വചനം കേൾക്കുവാനൊക്കെ നമ്മെ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകാൽ ബാംഗ്ലൂരിൽ നിന്നും ടിൻസിയോടും, അതുപോലെ രാജസ്ഥാനിൽ നിന്നും ഗ്രേസി ആൻറ്റിയോടും, അതുപോലെ UK നിന്ന് പ്രിയ ജിൻസി മോൾക്കും ഒക്കെ ചേർന്ന് ഇന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ വലിയ കൃപയ്ക്കായിട്ടും ദൈവത്തിന് സ്തോത്രം. एक बार फिर से आज परमेश्वर की आराधना आत्मा और सच्चाई से करने के लिए परमेश्वर ने हमारी अगुवाई की और कुछ विशेष लोगों के साथ मिलकर, बाहर से भी एक साथ मिलकर परमेश्वर की आराधना आज भी हम कर पाए. उन सब बातों को लेकर मैं धन्यवादित हूँ. അല്പസമയം ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് കടക്കാം. സമയം കടന്നുപോയെന്നൊന്നും ആരും വിഷമിക്കേണ്ട, സമയത്ത് തന്നെ നിർത്താം എന്ന് ആഗ്രഹിക്കുന്നു. समय आगे बढ़ गया ऐसा ना सोचे, टाइम पर ही हम खत्म करेंगे. एक वचन हम पढ़ेंगे. നാം വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ ആണ് സംസാരിച്ചത് അല്ല എന്നൊക്കെ നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ കേൾക്കുന്ന നാം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നാം ഇരിക്കുകയാണെങ്കിൽ വചനം പറയുന്നത് വചനത്തിൽ നിന്നാണ്, നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കും. ആ ഒരു ചിന്തയോടുകൂടി എല്ലാവരും ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. कई बार जब हम वचन सुनते हैं तो हम ऐसा बोलते हैं कि प्रचारक ने आत्मा की उस भरपूरी से बात नहीं की, लेकिन हम अपने आप को थोड़ा सा देखें, हमारा मन कैसा है, हमारी आत्मा की भरपूरी कैसी है. पूर्ण मन से प्रार्थना के साथ वचन सुनने के लिए हम बैठे. ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം. एक भाग हम पढ़ेंगे. उत्पत्ति की पुस्तक 42वां अध्याय, उसका 50-ാം വാക്യം. हम 50वां पद. 50. 41वां अध्याय, उसका 50वां पद. മലയാളത്തിൽ വായിച്ച് കേൾപ്പിക്കാം. ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയിൽ നിന്നും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തെ അവന് എഫ്രൈം എന്ന് പേരിട്ടു. हिंदी में पढ़ेंगे. अकाल के प्रथम वर्ष के आने से पहले यूसुफ के 2 पुत्र ओन के याजक पोतीपेरा की बेटी आसनत से जन्मे, और यूसुफ ने अपने जेठे का नाम ये कहकर मनश्शे रखा कि परमेश्वर ने मुझसे सारा क्लेश और मेरे पिता का सारा घराना भुला दिया है. और दूसरे का नाम उसने ये कहकर एफ्रेम रखा कि मुझे दुख भोगने के देश में परमेश्वर ने फुलाया फुलाया है. ആരും മസിൽ പിടിച്ചൊന്നും ഇരിക്കേണ്ട. ഒരു കുഞ്ഞുങ്ങൾക്ക് പേരിടിരുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. നമുക്ക് അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിൻ്റെ ചരിത്രവും കഥകളും ഒക്കെ നമുക്കറിയാം. അവന് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അതിനെ പേരിടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. आप में से कोई भी इस प्रकार मसल पकड़कर बैठने की जरूरत नहीं है. यहाँ पर जो वचन हमने पढ़ा, वहाँ पर एक पुत्र के जन्म के विषय में हम पढ़ते हैं और वहाँ पर उसका नामकरण हम देखते हैं. यहाँ पर നമുക്കൊക്കെ പലപ്പോഴും പേര് ഇടാറുണ്ട്. എൻ്റെ പേര് നോയൽ മാത്യു എന്നാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആർക്കുമില്ല, എൻ്റെ സമയത്തൊന്നും ഇങ്ങനെ പേരുള്ള ആരുമില്ല. പിന്നെ ആകെയും പോകുകയും കേട്ടിട്ടുള്ള ഒരു സായിപ്പ്, നോയൽ സായിപ്പ് എന്നുണ്ട്. എങ്ങനെ എനിക്ക് ഈ പേരിട്ടു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. मेरा नाम नोएल मैथ्यू है. मेरा नाम इस प्रकार से मेरे माता पिता ने डाला है. तो मैं कई बार सोचता था कि इस प्रकार का नाम किसी का नहीं है. मैं जानता था उस समय एक मिशनरी थे नोएल साहिब नाम से, वो यहाँ पर आए, मेरा नाम उनके नाम पर डाला गया है. പക്ഷേ ഇപ്പം പല ആളുകൾക്കും എൻ്റെ പേര് തന്നെയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ജോൺ വർഗീസ് അങ്കിളിനും നോയൽ എന്ന് പറയുന്ന മകനുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ ഇപ്പം നോയൽ എന്നുള്ള പേരിൽ കേൾക്കാനുണ്ട്. लेकिन आजकल बहुत सारे बच्चों का नाम नोएल करके मैं सुनता हूँ. जॉन वर्गीस अंकल के बेटे का नाम नोएल है, और ऐसे अनेक लोगों का नाम नोएल मैं सुनता हूँ. എൻ്റെ കൊച്ചുമകന് നീതൻ എന്ന് പേരിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവനിങ്ങനെ നീതൻ എന്ന് പേരെന്തിനായിട്ട് എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. मेरे पोते का नाम नेथन है, और उसका नाम नेथन क्यों रखा, इस प्रकार मैंने उनसे पूछा तो उन्होंने इस प्रकार बताया. അവൻ പറഞ്ഞത് പല പേരുകളൊക്കെ അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. എന്നാൽ പ്രസവ സമയത്ത് ബ്രത്ത് പാർത്തിൽ കുറേ സമയം അവന് കിടന്ന്, പണ്ടത്തെ സമയത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെ വേണോ അമ്മ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എൻ്റെ മമ്മിയുടെ അനിയത്തിക്കാണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായി. അവർ അമ്മയെ മതിയെന്ന് പറഞ്ഞു. എന്നാൽ ആ കുഞ്ഞിനെ മരിച്ച രീതിയിൽ ആദ്യം എടുത്തു, അല്പം കഴിഞ്ഞ് അമ്മയും മരിച്ചുപോയി. അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ അവർക്ക് ലഭിച്ച കുഞ്ഞായതുകൊണ്ട് ദൈവം നൽകിയ നാനം എന്നുള്ള അർത്ഥം ഉള്ളത് കൊണ്ടാണ് നീതൻ എന്നവൻ പേരിട്ടതെന്ന് പറയുകയുണ്ടായി.
तो मेरे बेटे से जब मैंने ये सवाल पूछा तो उसने कहा कि मैंने ये नाम इसलिए रखा क्योंकि कई बार ऐसा होता है कि उसके जन्म के समय में भी कुछ कॉम्प्लिकेशंस थी, तो पुराने समय में ऐसा पूछते थे कि तुम्हें माँ चाहिए या बच्चा चाहिए, लेकिन मेरा भी जो समस्या उस प्रार्थना के निमिषों में जब मैंने सोचा तो मेरे मन में ये आया कि परमेश्वर का दान है, ये माता और बच्चा दोनों सेफ मुझे मिला, इसलिए मैंने ये नाम रखा। ഇനി നമുക്ക് ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം യോസഫിൻ്റെ പുത്രന് പേരിടുമ്പോൾ ചില കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടാണ് ആ പേര് ഇടുന്നതെന്ന് പറയുന്നത്. അപ്പം ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ചിന്തിക്കുമ്പോൾ ദൈവവചനം നമ്മോട് സംസാരിക്കും. ആ ഒരു ചിന്തയോടുകൂടി ഇരിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. यहाँ पर यूसुफ ने अपने बेटे का नाम रखा, लेकिन जब उसने नाम रखा कुछ बातें उसके मन में थी, उन बातों को हम थोड़ा सोचने की कोशिश करेंगे क्यों उसने वो नाम रखा। ഇവിടെ പറയുന്നത് എൻ്റെ സകല കഷ്ടതയിൽ നിന്നും എൻ്റെ പിതൃഭവനത്തെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. 91वें पद में हमने इस प्रकार पढ़ा, और यूसुफ ने अपने जेठे का नाम ये कहकर मनश्शे रखा कि परमेश्वर ने मुझसे सारा क्लेश और मेरे पिता का सारा घराना भुला दिया है। അവന്റെ സകല കഷ്ടതകളിൽ നിന്നും അവനെ വിടുവിച്ചു. എന്താണ് യോസഫിനുണ്ടായ കഷ്ടതകൾ? परमेश्वर ने मुझसे सारा क्लेश से मुझे बचा लिया है। क्या क्लेश उसके जीवन में था? നമുക്കറിയാം യോസഫിന്റെ മക്കളില് വളരെ സ്നേഹിക്കുന്ന മകനായിരുന്നു. അപ്പന്റെ ഭാഗത്തു നിന്നോ അങ്ങനെ കുടുംബത്തിൽ നിന്നൊരു പ്രയാസം അവൻ ഉണ്ടായി കാണത്തില്ല. എന്നാൽ പിന്നീട് അവന്റെ ഒരു കഷ്ടത നാം കാണുന്നത് അവന്റെ സഹോദരന്മാർ വളരെ നാളുകളായിട്ട് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ വിടുന്ന ആ ജോസഫിനെ അവർ കൊല്ലുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ച് അവനെ പൊട്ടക്കിണറ്റിൽ പിടിച്ചിടുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. हम जानते हैं कि यूसुफ का घराना बहुत अच्छा घराना था, परमेश्वर का भय मानने वाला घराना था। इस प्रकार की कोई क्लेश समस्या उनके जीवन में नहीं थी, लेकिन उसके जीवन में जो घटना हुई उसको हम जानते हैं कि उसको भाइयों ने उसके खिलाफ इस प्रकार उन्होंने सोचा और उसे उस कुएं में डाल दिया, और उसके जीवन में उस प्रकार एक बुरा अनुभव हुआ। ആദ്യം നാം ചിന്തിക്കുന്നത് യോസഫിൻ്റെ ആ പൊട്ടക്കിണറ്റിലേക്ക് അവനെ പിടിച്ചിടപ്പെട്ടത് അത് വളരെ ദുഃഖകരമായ കഷ്ടകരമായ ഒരു സംഗതിയാണ്. यूसुफ उस कुएं में जब उसको डाला तो उसके जीवन में बहुत ही भयानक और क्लेश भरा समय जरूर था। എന്നാൽ ജോസഫിനെ സംബന്ധിച്ച് ആ പൊട്ടക്കിണർ ഒരു മരണത്തിൽ നിന്നുള്ള വിടുതലായിട്ടാണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. लेकिन यूसुफ के जीवन में हम देखते हैं कि वो कुएं में जब वो डाला गया उस मौत से उसका छुटकारे को हम देखते हैं। അവനെ കൊന്നുകളയാനാണ് സഹോദരന്മാർ തീരുമാനിച്ചിരുന്നത്. उसके भाइयों ने सोचा था कि उसको मार डाला जाए, അതിൽ നിന്ന് രക്ഷിച്ചിട്ടാണ് അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത്. उससे बचाकर उस मृत्यु से बचकर उसको कुएं में डाल दिया गया। പ്രിയ ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ പല കഷ്ടതകളും നമുക്ക് വന്നു ഭവിക്കാം. प्रिय भाइयों बहनों, हमारे जीवन में बहुत सारे क्लेश आ सकते हैं। നമ്മുടെ ജോലിയിൽ നാം പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. हमारे कामकाज में, हमारी यात्राओं में अनेक प्रकार की दिक्कतें हमारे जीवन में आ सकती हैं। നമ്മൾ ദൈവത്തോട് ചോദിക്കും, എന്തിനാണ് എനിക്ക് ഈ കഷ്ടത തന്നതെന്ന്. हम परमेश्वर से कई बार पूछते हैं कि परमेश्वर ऐसा क्यों मेरे जीवन में क्लेश आया है। ആ കഷ്ടതയിൽ നിന്ന് നമുക്ക് ഒരു വലിയ വിടുതലാണ് ദൈവം ഒരുക്കുന്നതെന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. लेकिन उस मुसीबत के समय में, क्लेश के समय में परमेश्वर हमको बहुत बड़ा छुटकारा देता है। അതുപോലെ അതിനുശേഷം ഈ ജോസഫിനോടുള്ള ബന്ധത്തിൽ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ എടുത്ത് മിസ്രൈമിലുള്ള ആ അടിമ കച്ചവടക്കാർക്ക് അവനെ വിറ്റ് കളയുന്നതിനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. उसके बाद उसके जीवन में देखते हैं उस कुएं से निकालकर वहां पे मिस्र देश के उन जो इस तरीके के लोगों को खरीदते हैं उनको बेच दिया गया। ഒരു വീട്ടിലെ വേലക്കാരനായിട്ട് പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് അവനെ അടിമയായിട്ട് വിറ്റ് കളയുന്നു. पोतीफर के घराने में एक कामकाज करने वाले एक सर्वेंट के रूप में उसको भेजा गया। പൊത്തിഫറിന്റെ ഭവനത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വലിയ അടിമപ്പണി, ഒരു അടിമയെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അവന് എല്ലാ പണിയും ചെയ്യണം. ഇത്ര സമയം നമ്മളൊക്കെ പണിക്ക് പോയാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം പണി, അതിന് ശമ്പളമുണ്ട്. ശമ്പളമൊന്നുമില്ല, വില കൊടുത്ത് വാങ്ങിയ ആളാണ്. ഇവനെ ഏത് സമയത്തും എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം. അങ്ങനെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും ചെയ്യേണ്ട ഒരാളാണ് അടിമ എന്ന് പറയുന്നത്. उस समय के नियम के अनुसार इस प्रकार जब लोगों को खरीद कर घर पर लाते हैं कामकाज के लिए, उनसे कुछ भी करवा सकते हैं, घर का पूरा काम उनसे करवा सकते हैं, उनको मार भी डाल सकते हैं। उतना क्लेश भरा काम उसको करना पड़ा। വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാനുള്ള സമയമില്ലല്ലോ. നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം അവിടെ പൊത്തിഫേറിന്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അതിന്റെ എല്ലാം കാര്യവിചാരകനായിട്ട് അവനെ അവിടെ തീർക്കുകയാണ്. उन वाक्यों को पढ़ने का टाइम हमारे पास नहीं है, समय नहीं है, लेकिन हम जानते हैं बहुत अच्छी तरह किस प्रकार यूसुफ उस पोतीफर के घराने में विश्वासयोग्यता के साथ कार्य किए।
അവിടെ നോക്കിയ അവിടെ ഒരു അടിമയായിരുന്നിട്ട് പോലും അവിടെ ദൈവം അവനോട് വിശ്വസ്തത കാണിക്കുന്നു. ദൈവത്തോടുള്ള ആ ബന്ധം അത് കണക്കിലെടുത്തുകൊണ്ട് അവന് അവിടെ നന്മ ഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. उस पोतीफर के घराने में बिल्कुल निचली अवस्था में जिस कार्य करने के लिए गया, उस यूसुफ विश्वास योग्यता के कारण परमेश्वर ने उसको उठाया. പ്രിയ ദൈവമക്കളെ, നമ്മളുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതം വിശ്വസ്തയോടുകൂടി നയിക്കുകയാണെങ്കിൽ, നാം എന്തുമാത്രം ദൈവത്തോട് പ്രതിബദ്ധതയോടുകൂടി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ, ദൈവം നാം ആയിരിക്കുന്ന നമ്മുടെ ജോലിയിൽ, നമ്മളായിരിക്കുന്ന ഏത് സ്ഥാനത്തും നമ്മെ ദൈവം ഉയർത്തുവാൻ മതിയായവനാണ്. प्रिय भाइयों बहनों, इस बात को हम समझने पाए कि अगर परमेश्वर ने जो हमें उत्तरदायित्व सौंपा है उसको हम विश्वास योग्यता के साथ अगर करें, तो हम कहीं पर भी हो, कोई भी कार्य करें, परमेश्वर हमें उठाकर ऊंचा उठाने में सक्षम है. അവിടെ വിശ്വസ്തനായിരുന്നു എങ്കിൽ പോലും അതിനുശേഷം അവന് ലഭിക്കുന്നത് നമുക്കറിയാം, കാരാഗ്രഹത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരികയാണ്. वहां पर विश्वास योग्यता के साथ कार्य करने के बावजूद उसको जेल की तरफ जाना पड़ा. അവിടെ നമുക്കറിയാം, ആ പൊത്തിഫേറിന്റെ ഭാര്യയോട് അവളുടെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കാഞ്ഞത് കൊണ്ട് ആണ് അവിടെ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് നമുക്കറിയാം. उस समय भी उस बात को हम जानते हैं, पोतीफर की जो बीवी थे उसके कहने के अनुसार उसने कार्य नहीं किया, इसीलिए यूसुफ को जेल की तरफ जाना पड़ा. പലപ്പോഴും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളുടെ മേൽ കഷ്ടങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. प्रिय भाई बहनों, कई बार हमारे जीवन में क्लेश के ऊपर फिर से क्लेश आ सकता है. അത് പലപ്പോഴും നമ്മുടെ വിശ്വസ്തത കാരണം, നാം നേരോടെ നിൽക്കുന്നത് കാരണമായിരിക്കാം അത് വരുന്നത്. അതിന്റെ അന്തിമമാണെന്ന് പലപ്പോഴും നാം ചിന്തിക്കുന്നുണ്ടാവും. कई बार हमारी विश्वास योग्यता के बावजूद, हम सही हैं उसके बावजूद भी हमारे जीवन में मुश्किलें आ सकती हैं. वो सब कुछ उसका अंत हो गया, कई बार हम ऐसा सोच सकते हैं. എന്നാൽ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. लेकिन हमारे क्लेश में, हमारी मुसीबतों में बहुत हमारे पास समीप एक सहायक है, हमारा परमेश्वर. ദൈവത്തിന് നമ്മെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും ഏത് താണ അവസ്ഥയിൽ നിന്നും അവന് നമ്മെ ഉയർത്തുവാൻ കഴിയും. अगर परमेश्वर हमें छुड़ाना चाहता है, बचाना चाहता है, कितनी भी निचली अवस्था हो, वहां से परमेश्वर हमें छुड़ा सकता है. അവിടെ പൊത്തിഫേറിന്റെ ഭവനത്തിൽ ആ കാര്യവിചാരകനായി തന്നെ അവൻ തുടർന്നിരുന്നെങ്കിൽ അവിടെ തന്നെ അവൻ തുടരുമായിരുന്നു. उस पोतीफर के घराने में अगर केवल एक कार्य करने वाले एक व्यक्ति के समान अगर वो रहता, तो वहीं पे वो रह जाता. എന്നാൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അതാണ് അവനെ കാരാഗ്രഹത്തിലേക്ക് അയക്കുവാനായിട്ട് കാരണമായി തീർന്നത്. लेकिन परमेश्वर को यूसुफ के संबंध में एक उद्देश्य था, इसीलिए उसको जेल की तरफ भेजा. എത്രയോ നിസ്സഹായമായ അവസ്ഥയാണ് യോസഫിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. उस समय यूसुफ की अवस्था कितनी बलहीन और निस्सहाय अवस्था से वो आगे बढ़ता है. നമുക്കറിയാം, വീണ്ടും കാരാഗ്രഹത്തിലേക്ക് പോകുന്ന യൂസഫ്, हम जानते हैं उस जेल की तरफ जब यूसुफ जाता है, ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ആ കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ ആ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അവനെ ആ കാരാഗ്രഹത്തിനൊക്കെയും ഒരു വിചാരകനാക്കി തീർക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കുന്നുണ്ട്. जब यूसुफ जेल की तरफ गया, उस जेल का अधिकारी ने उस यूसुफ के जीवन को देखकर उस जेल के कुछ बातें उसे सौंप दी. യോസഫിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, यूसुफ के जीवन और हमारे जीवन को जो हम तुलना करते हैं, ഏത് അവസ്ഥയിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും, हमारे जीवन में किसी भी परिस्थिति से हम होकर गुजरे, കഷ്ടങ്ങളായാലും പ്രയാസങ്ങളായാലും ബുദ്ധിമുട്ടായാലും പീഡനമായാലും ജയിലായാലും, दुख हो, मुसीबतें हो, दिक्कतें हो या जेल भी हो, അവിടെ നിന്നും ഉയർത്തുവാൻ നമ്മളെ ഉദ്ദേശിക്കുന്നതിലുമൊക്കെ അത്യന്തം പരമായി ഉയർത്തുവാൻ മതിയായവനാണ് നമ്മുടെ ദൈവം. वहां से हमें उठाने के लिए, हमारे सोच, हमारी चिंता से काफी ऊपर हमें उठाने के लिए परमेश्वर सक्षम है. പഴയ നിയമത്തിലുള്ള പല ആളുകളെ കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായി നാം ചിത്രീകരിക്കാറുണ്ട്. पुराने नियम में हम बहुत सारे ऐसे लोगों को प्रभु यीशु मसीह के एक छाया के रूप में हम देखते हैं. എന്നാൽ യോസഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിപുരുഷനായിട്ടൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. लेकिन यूसुफ को हम उस प्रकार एक छाया पुरुष के रूप में नहीं देखते हैं. എന്നാൽ 100-ലധികം സാമ്യങ്ങൾ ഈ യോസഫിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. लेकिन जब हम यूसुफ के जीवन में देखते हैं, 100 से अधिक समान बातें परमेश्वर के साथ हम जब तुलना करते हैं तो हम देख सकते हैं. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവൻ്റെ കുഞ്ഞിന് ആ പേരിടുമ്പോൾ എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചത് കൊണ്ട്, ആ കഷ്ടങ്ങളിൽ നിന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നാം എത്തിയിരിക്കുന്ന ആ സന്ദർഭങ്ങളിൽ നമുക്ക് ഓർക്കുവാനുള്ളത് ആ കഷ്ടങ്ങളെ ഓർത്ത് പരിതപിക്കുവാനായിട്ടല്ല.
यहाँ पर जिस प्रकार हमने पढ़ा, यूसुफ ने जब उस बेटे का नाम रखा, उसने इस प्रकार याद किया कि परमेश्वर ने मुझे सारा क्लेश से मुझे बचाया है। हम जब अपने जीवन में गुजरते हैं, हम भी इन बातों को ध्यान करें। ഈ കഷ്ടങ്ങളിലൊക്കെ അതിൽ നിന്ന് എങ്ങനെയാണ് ദൈവം നമ്മെ വിടുവിച്ചത്, എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും ഉള്ള ഉയർച്ച തന്നത്, എങ്ങനെയാണ് നമുക്ക് വീണ്ടെടുപ്പ് നൽകിയത്, അത് ഓർക്കുമ്പോഴാണ് നാം ദൈവത്തോട് ഏറ്റവും നന്ദിയുള്ളവരായി തീരുവാനായിട്ട് ഇടയാകുന്നത്. परमेश्वर किस प्रकार हमें हमारे क्लेश से बचाता है, किस प्रकार उन परिस्थितियों से उठाकर लेकर आता है, किस प्रकार हमारे जीवन में उन कार्यों को परमेश्वर करता है, इन बातों को सोचना जरूरी है। അതിൻ്റെ അടുത്ത ഭാഗത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. उस पद के दूसरे भाग में हम पढ़ते हैं कि मेरे पिता का सारा घराना भुला दिया है, इस प्रकार सोचकर उसने मनश्शे नाम रखा। കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് മാത്രമല്ല, അവന്റെ പിതൃഭവനത്തിൽ നിന്ന് മറക്കുമാറാക്കി എന്നും ഓർത്തുകൊണ്ടാണ് ഈ പേര് ഇട്ടിരിക്കുന്നത്. केवल इतना ही नहीं कि परमेश्वर ने मेरे सारे क्लेश से मुझे बचाया, दूसरी बात ये कि मेरे पिता का सारा घराना भी भुला दिया। നമുക്കറിയാം, ലോകമെമ്പാടും ക്ഷാമകാലം വന്നപ്പോൾ, हम जानते हैं कि जब पूरे विश्व में इस प्रकार कमी या घटी का समय आया, ആ സമയത്ത് ഇസ്രായേലിൽ നിന്ന് തന്റെ സഹോദരങ്ങൾ ആ ധാന്യങ്ങളൊക്കെ കൈക്കൊള്ളുവാനായിട്ട് കടന്നു വരുമ്പോൾ, इजराइल से जब यूसुफ के भाईजन वो कुछ धान्य लेने के लिए उसके पास आए, ആ സമയത്ത് അവൻ അതൊന്നും മറന്നില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവരോട് എങ്ങനെ പെരുമാറുവാൻ കഴിയുമായിരുന്നു? അത് ആ രീതിയിലല്ലല്ലോ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. उस समय अगर उसके भाइयों ने यूसुफ से जो किया, उस बातों का अगर वो याद रखता तो कैसे उनसे बर्ताव करता, लेकिन उसने उस प्रकार नहीं किया। പ്രിയ ദൈവമക്കളെ, നമ്മളുടെയും ജീവിതത്തിൽ പലപ്പോഴും കഷ്ടങ്ങൾ വരുന്നതും ബുദ്ധിമുട്ടുകൾ വരുന്നതും ഒക്കെ ദൂരത്തു നിന്നല്ല, നമ്മുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. प्रिय भाइयों बहनों, कई बार जो क्लेश मुसीबतें कहीं दूर से नहीं आती हमारे पास, कई बार हमारे बिल्कुल समीप से, हमारे प्रियजनों की तरफ से हमारी तरफ मुश्किलें आ सकती हैं। യോസഫിനെ പോലെ നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാവുന്ന എത്രയോ നല്ല ഒരു ദൈവദാസനാണ് ഈ യോസഫ് എന്ന് പറയുന്നത്. यूसुफ का जीवन हम अनुकरण कर सकते हैं, कितना अच्छा परमेश्वर का दास है ये यूसुफ। അവനെ കൊന്നുകളയുവാനായിട്ട് തീരുമാനിച്ചു, അവനെ പൊട്ടക്കണലിലിട്ടു, അവനെ അടിമകൾക്ക് വിറ്റുകളഞ്ഞു. അവനെ എത്രയധികം ദ്രോഹിക്കാമോ അത്രയധികം ദ്രോഹിച്ച തൻ്റെ സഹോദരങ്ങളോട് അതൊക്കെ മറക്കുവാനായിട്ട് ഉള്ള ഒരു സന്മനസ് ഈ യോസഫിന് ലഭിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. उसको मार डालने की सोचा, उसको उस कुएं में डाल दिया, उसको बेच दिया, उसके साथ जो कुछ वो बुरा कर सकते थे उस भाइयों ने किया, लेकिन फिर भी यूसुफ का बर्ताव उनकी तरफ वैसा नहीं था। ഇതിൻ്റെ എല്ലാം കാരണം അവൻ ദൈവത്തിൻ്റെ ഒരു ഭക്തനായിരുന്നു. അവൻ ആ ദൈവത്തോടുള്ള ആ ബന്ധം അവൻ നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവന് ഇങ്ങനെയൊക്കെയും ചെയ്യുവാനായിട്ട് കഴിയുന്നത്. यूसुफ ये सब इसलिए कर पाया क्योंकि वो परमेश्वर का एक भक्त दास था और परमेश्वर को हमेशा अपने सम्मुख रखता था, इसलिए उसके जीवन में ये सब वो कर पाया। ദൈവസന്നിധിയിലായിരിക്കുന്ന നമുക്കും ഓർക്കുവാനായിട്ട് ഉള്ളത് അതാണ്. हम जब परमेश्वर के सम्मुख आते हैं तो हमें भी इसी बात को याद रखना है। നമുക്കറിയാം, നാം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. हम सब परमेश्वर की सृष्टि हैं। അപ്പോൾ തന്നെ നാം ആ സൃഷ്ടിയിൽ നാം തെറ്റിപ്പോയിരുന്ന ഒരു ജനമായിരുന്നു. लेकिन हम परमेश्वर की सृष्टि होकर भी हम गलत रास्ते पर चले गए। എന്നാൽ ആ തെറ്റിൽ നമ്മെ തള്ളിക്കളയുവാനായിട്ടല്ല, അവിടെ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ദൈവം വലിയ പദ്ധതിയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയത്. लेकिन परमेश्वर ने हमें वहीं पे नहीं छोड़ा, हमें वहां से छुड़ाने के लिए एक बहुत बड़ा कार्य परमेश्वर ने किया। പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിന് അടിമകളായിരുന്നു നമ്മളെ. हम उस पाप के जो मृत्यु, पाप की वजह से जो हमारी तरफ आना था, उसको उससे हमें बचाया। ആ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. परमेश्वर ने जगत से ऐसा प्रेम किया कि उसने अपने एकलौते पुत्र को दे दिया, ताकि जो कोई उस पर विश्वास करे वो नाश ना हो परंतु अनंत जीवन पाए। ഇങ്ങനെ ആ യോസഫിന്റെ ജീവിതത്തിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മെക്കുറിച്ച് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, ദൈവമകനായി തീർന്നത് കൊണ്ട്, ദൈവമകളായി തീർന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏതെല്ലാം സന്ദർഭങ്ങളിലൂടെ, ഏതെല്ലാം സംഘടനകളിൽ കൂടി നാം കടന്നു പോകേണ്ടി വന്നാലും, हम जब यूसुफ के जीवन से हम जब समझते हैं, हम जो परमेश्वर के बेटे हैं, बेटी हैं, हम इस बात को समझ सकते हैं हमारे जीवन में कितने भी क्लेश आए, कितनी भी तकलीफें आए, कितनी भी मुसीबतें आए, ദൈവത്തിന്റെ തന്റെ മക്കൾക്ക് ഒന്നും നന്മയ്ക്കായിട്ടല്ലാതെ കൂടി വ്യാപരിക്കുന്നില്ല എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. परमेश्वर के भक्तों के लिए सब कुछ अंत में भलाई के लिए उत्पन्न होता है।
ജോസഫിന് ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ എന്തുമാത്രം മറക്കുവാനായിട്ട് തൻ്റെ സഹോദരങ്ങൾ തന്നോട് ചെയ്ത ഒരു കാര്യങ്ങളും ഓർക്കാതെ അതെല്ലാം മറന്ന് അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ വചനത്തിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. जो हम इन वचनों को पढ़ते हैं हम समझ सकते हैं कि यूसुफ के भाइयों ने जो उससे किया सब बातों को पूर्ण रूप से भुलाने के लिए यूसुफ को अपने जीवन में उस बात को किया. അവൻ തന്നെത്താനെ ആ സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അവന് സങ്കടം സഹിക്കാതെ പൊട്ടിക്കരയുന്ന പല അനുഭവങ്ങളും നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. हम फिर से ये भी पढ़ते हैं कि यूसुफ ने जब अपने आप को अपने भाइयों को दिखाया तो भी वो उनके सामने रोने लगा. അതിനുശേഷം 52-ാം വാക്യത്തിൽ നാം വീണ്ടും കാണുന്നു, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തെ മകന് എഫ്രൈം എന്ന് പേരിട്ടു. 92वें पद में हम इस प्रकार पढ़ते हैं, और दूसरे का नाम उसने यह कहकर एफ्रेम रखा कि मुझे दुख भोगने के देश में परमेश्वर ने फुलाया फलाया है. പ്രിയ ദൈവമക്കളെ, സങ്കടത്തിലും ബുദ്ധിമുട്ടിലും അതുപോലെ പ്രയാസത്തിലും ആയിരുന്ന നമ്മളെ, നിത്യം കരച്ചിലിനും പല്ലുകടിക്കും യോഗ്യരായിരുന്ന നമ്മളെ, प्रियजनों, जब हम दुख में थे, मुसीबत में थे और बिल्कुल निचली अवस्था में थे और किसी भी प्रकार की आशा हमारे जीवन में नहीं थी, ഇന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനങ്ങളാക്കി തീർത്തത്, आज खुशी के साथ पूर्ण आश्वासन समाधान के साथ जो दिन परमेश्वर ने हमें दिखाया है, ദൈവത്തെ അറിയുവാനും ദൈവത്തിന്റെ മകനായി മകളായി തീരുവാനും നമുക്ക് ഇടയാക്കി എന്നുള്ളത് മാത്രമാണ്. परमेश्वर को जानने के लिए, परमेश्वर के बेटा, परमेश्वर के बेटी नाम कहकर पुकारने के लिए परमेश्वर ने हमें सहायता की. യോസഫിന്റെ ജീവിതത്തിൽ അവൻ കാരാഗ്രഹത്തിൽ ആയിരുന്നിട്ട് ആ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ ഉയർത്തി ആ മിസ്രയീം ദേശത്തിന്റെ ഏറ്റവും അത്യുच्च കോടിയിൽ എത്തിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി എന്നുള്ളതാണ്. यूसुफ के जीवन में हम देखते हैं उस जेल के उस निचली अवस्था से उसको उठाकर उस देश के सबसे ऊंचे उस पद पर उसको बैठाया. പ്രിയ ദൈവമക്കളെ, നമ്മോടുള്ള ബന്ധത്തിലും നമുക്ക് ഈ ലോകമാകുന്ന ഈ വീതിയിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്തെല്ലാം വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. എന്നാൽ ഇതിൻ്റെയൊക്കെയും അവസാനം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ വലിയ അനുഗ്രഹം, നിത്യം യുഗായുഗങ്ങൾ ദൈവത്തോട് കൂടെ നാം ആയിരിക്കും. ആ വലിയ പ്രത്യാശയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. हम भी जब इस दुनिया में हमारी यात्रा को हम आगे बढ़ाते हैं, कितनी भी दुख तकलीफें या परेशानियां हमें झेलनी पड़े, लेकिन एक आशा हमारे सामने है, हम नित्य उस स्वर्ग में परमेश्वर के साथ होंगे और उसके साथ हम उस तरह वास करेंगे. നമ്മെ നേടേണ്ടതിനു വേണ്ടി പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് അവൻ പാപമാക്കി തീർത്തു. നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരമാകുന്ന മരണം അവൻ ഭരിച്ചത് കൊണ്ട് हमें पाने के लिए परमेश्वर ने उस पाप की जो पूंजी है, वो मृत्यु है, उसको झेलने के लिए स्वयं सौंप दिया. അവന്റെ മരണം മൂലം നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുകയാണ്. उसकी मृत्यु से आज हमें नित्य जीवन मिला है. ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നാം 60, 70, 80 അല്ലെങ്കിൽ ഒരു ദിവസം നാം മരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. इस नित्य जीवन का मतलब ये नहीं कि यहाँ पर जो हम 60, 70, 80 साल जीवन बिताते हैं, ऐसा नहीं, हम एक दिन जरूर मरेंगे. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവേദൽ എന്നുള്ള ബന്ധത്തിൽ जो प्रभु यीशु मसीह को उस उद्धारकर्ता और अपने प्रभु के रूप में जो जानते हैं, നമുക്ക് വലിയൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് പകരമായി മരിച്ചു എന്ന് മാത്രമല്ല, അവൻ നമ്മെ അവന്റെ സന്നിധിയിൽ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും വരും. हमारे प्रभु ने हमें ऐसी एक आशा दी है कि हमारे लिए वो केवल मरा ही नहीं, लेकिन वो हमें दोबारा लेने आने वाला है. ആ വലിയ പ്രത്യാശയാണ് നമ്മെ ഇത്ര അധികം സന്തോഷവാന്മാരാക്കി തീർക്കുന്നത്. इस आशा के द्वारा आज हम इतने आनंदित हैं. ഈ കഷ്ടങ്ങളിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നത് അത് തന്നെയാണ്. इतने क्लेश में भी हम इसलिए आनंदित हो पाते हैं, ये आशा हमारे जीवन में. കർത്താവ് വരും, അവനോട് കൂടെ നാം വാഴും. प्रभु दोबारा आएगा, हम उसके साथ वास करेंगे. അവനോട് കൂടെ വാഴുന്ന ആ ധന്യ നിമിഷങ്ങൾ, അതിനുവേണ്ടി നാം നോക്കി പാർക്കുന്ന ഈ ജീവിതം നമുക്ക് എത്ര സന്തോഷകരമായിട്ട് ഈ ലോകം ജീവിക്കാനായിട്ട് കഴിയും. उसके साथ जब हम राज करेंगे, उन बातों को जब हम सोचकर आशा के साथ जीवन बिताते हैं, कितने आनंद के साथ हम यहाँ पर रह सकते हैं. ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, अगर इस परमेश्वर को अपने उद्धारकर्ता और अपने प्रभु के रूप में अगर किसी ने आज तक स्वीकार नहीं किया है, ആ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും നമുക്ക് ഇടയാകുവാണെങ്കിൽ, अगर इस प्रभु को अगर हम उद्धारकर्ता के रूप में स्वीकार कर उस छुटकारे के अनुभव में अगर हम आ सकते हैं, ഈ മരണം കൊണ്ട് തീരുന്നതല്ല, നിത്യമായ ഒരു ജീവന്റെ അവകാശികളായി നാം തീരും. इस दुनिया के मरण से हमारा अंत नहीं होगा, एक नित्य जीवन, हमेशा का जीवन हमारे लिए परमेश्वर ने रखा. ആ കർത്താവിനോട് കൂടെ നാം വസിക്കും. उस परमेश्वर के साथ हमेशा हम वास करेंगे.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. वचनों के द्वारा परमेश्वर हमारी सहायता करे। परमेश्वर के नाम की महिमा।